നമ്മൾ കൂട്ടുകാരുമായിട്ടൊക്കെ പോയി പുറത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ കുറേ കഥ പറയും അല്ലേ, കുറേ കാര്യങ്ങൾ പറയും, ചിലപ്പോൾ ഗോസിപ്പ് പറയും. അങ്ങനെ പല പല അനുഭവങ്ങളായിരിക്കും ഓരോരുത്തർക്കും പങ്കുവയ്ക്കാനുണ്ടാവുക. കഥ പറയാനും കൂട്ടുകൂടാനും ഒപ്പം ഭക്ഷണം കഴിക്കാനും പറ്റിയ ഒരു കിഡിലൻ സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട്ടാണ്. കഥ എന്ന് തന്നെയാണ് പേര്. ചേവരമ്പലത്ത് പ്രവർത്തനം തുടങ്ങിയ ഈ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ആർദ്രമാകുമെന്നാണ് സാനിയ പറയുന്നത്. ഒപ്പം ഒരു കട്ടനും കാന്താരി കപ്പയും കഴിച്ചാൽ പിന്നെ അവിടുന്ന് പോകാനും തോന്നില്ല. ഈ കഥയുടെ കഥ സാനിയ പറയട്ടെ. നഗരത്തിലെ മികച്ച റെസ്റ്റോറന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? കൊതിയൂറുന്ന നല്ല വിഭവങ്ങളാണ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇവിടെ നമുക്ക് സാരിയും ആഭരണങ്ങളും പുസ്തകങ്ങളും ഒക്കെ വാങ്ങാം, ഒപ്പം രുചികരമായ ഭക്ഷണവും കഴിക്കാം. കോഴിക്കോട് ചേവരമ്പലത്തെ കഥ എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കഥയുടെ വിശേഷങ്ങളാണ് ഇനി. തൂക്കുവിളക്കുകൾ, മൊസാണ്ട ചെടി, മാവും പ്ലാവും, പിന്നെ മുളകളും. ചിത്രങ്ങളും നിറങ്ങളും വെളിച്ചവുമെല്ലാം ഭംഗി കൂട്ടുന്ന ഇടമാണ് കഥ. നല്ല കപ്പയും കാന്താരിയും പാൽക്കപ്പയും വിവിധതരം പുട്ടുകളും എന്നു വേണ്ട വായിൽ വെള്ളമൂറുന്ന കിടിലൻ ഭക്ഷണവുമുണ്ട് കഥയിൽ. കൊൽക്കത്തയിൽ നിന്ന് കൊണ്ടുവന്ന സാരികൾ, വസ്ത്രങ്ങൾ, പലതരം ആഭരണങ്ങൾ, പുസ്തകങ്ങൾ എന്നിവയും ഇവിടെ കിട്ടും. ഭക്ഷണം വളരെ ടേസ്റ്റിയാണ്, വളരെ ശാന്തമായ അന്തരീക്ഷമാണ്, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ സുഖം വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ എൻജോയ് ചെയ്യുന്നു. കഥകൾ പറയാനും സംസാരിക്കാനും ഇഷ്ടംപോലുള്ള ഒരു സൗകര്യപ്രദമായ ഇടമാണ് ഇവർ ഒരുക്കി. കഥയുടെ ആശയം ഡോക്ടർ ശ്രീസൂര്യ തിരുവോത്തിൻ്റെതാണ്. അവർ നമുക്കൊപ്പം ഉണ്ട്. ഇത്രയും മനോഹരമായ ഒരു ആശയം, എനിക്ക് തോന്നുന്നു ഒരു ജീവിതകാലത്തിന്റെ ഒരു സാക്ഷാത്കാരം അങ്ങനെയൊക്കെ വേണേൽ പറയാം. ജീവിതകാലം എന്തായാലും വർഷങ്ങളായി നമ്മുടെ എൻ്റെ ഈ ഒരു ഇങ്ങനെയുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളൊരു സ്വപ്നം. അതായിരുന്നു ഞങ്ങൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ ആ സമയം നമുക്ക് തരുമെന്നുള്ള രീതിയിൽ അതിൽ ഇടപെടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് കുറച്ച് വരികൾ വായിച്ചാലെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ ഒരു കത്തെഴുതി ഒരാൾ എഴുതിയത് മറ്റൊരാൾ പൂർത്തിയാക്കുന്ന രീതിയിൽ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ സാഹിത്യവുമായി ഇതിനെ ബന്ധപ്പെടുത്തി കൊണ്ടുപോകണം എന്നാണ് ഉറച്ച ഒരു തീരുമാനം. സ്വസ്ഥമായിരുന്ന് രുചികരമായ ഭക്ഷണം കഴിക്കാൻ, മതിയാവോളം കഥ പറയാൻ കോഴിക്കോട്ടുകാർക്കിനി കഥയുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.